ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധശേഷിക്ക് മൂർച്ച കൂട്ടി അത്യാധുനിക തദ്ദേശീയ ഡ്രോണുകൾ എത്തിക്കഴിഞ്ഞു. പ്രതിരോധ ഉപകരണ നിർമ്മാതാക്കളായ SMPP ലിമിറ്റഡ് വികസിപ്പിച്ച 106 ടർബോജെറ്റ് കാമിക്കാസെ ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയത്. 100 ഓപ്പറേഷണൽ പീസ് കീപ്പർ അഥവാ അഗ്നിവേദ് ഡ്രോണുകളും 6 ട്രെയിനിംഗ് യൂണിറ്റുകളുമാണ് ഈ സുപ്രധാന പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ദീർഘദൂരത്തു നിന്ന് ആക്രമിക്കാൻ തക്കവണ്ണമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഈ കില്ലർ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശക്തമായ ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിലും ജാമിങ്ങിനെയും സ്പൂഫിങ്ങിനെയും പ്രതിരോധിച്ച് പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും. ബാലിസ്റ്റിക് സംരക്ഷണ സംവിധാനങ്ങൾക്ക് ആഗോളതലത്തിൽ പേരുകേട്ട പ്രതിരോധ കമ്പനിയായ SMPP തങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് ചുവടുവെച്ചത്. വെറും 6 മാസത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ സുപ്രധാന കൈമാറ്റം കമ്പനി പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പായിട്ടാണ് ഈ നേട്ടത്തെ വിലയിരുത്തുന്നത്. ലക്ഷ്യസ്ഥാനത്ത് നിന്നും 5 മീറ്ററിൽ താഴെ മാത്രം വ്യതിയാനത്തിൽ കൃത്യമായി ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഈ ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയായതായും ഇവ 5 മീറ്ററിൽ താഴെ മാത്രം സർക്കുലർ എറർ പ്രോബബിൾ അഥവാ CEP ഉള്ള ഉയർന്ന കൃത്യത കൈവരിച്ചതായും കമ്പനി വ്യക്തമാക്കുന്നു. ഏകദേശം 180 കിലോമീറ്റർ ദൂരപരിധി ശേഷിയുള്ള ഈ ഡ്രോണുകൾ ടർബോജെറ്റ് എഞ്ചിന്റെ കരുത്തിലാണ് അതിവേഗത്തിൽ കുതിച്ചുയരുന്നത്. മണിക്കൂറിൽ 480 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് ശത്രു രാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇനി മിനിറ്റുകൾ മാത്രം മതിയാകും. സൈനികരുടെ ജീവൻ ഒട്ടും അപകടമില്ലാതെ തന്നെ ശത്രുക്കളെ അതിവേഗം തകർക്കാൻ പീസ് കീപ്പർ അഗ്നിവേദ് ഡ്രോണുകളുടെ വരവോടെ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും. പരമ്പരാഗത പീരങ്കിപ്പടയും ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നികത്തുന്നതിനുള്ള ചിലവ് കുറഞ്ഞ ഒരു ബദൽ മാർഗമാണിതെന്നും കമ്പനി വ്യക്തമാക്കുന്നു. വിതരണങ്ങൾ പൂർത്തിയായതിനെക്കുറിച്ച് SMPP CEOയും ഡയറക്ടറുമായ ആശിഷ് കൻസാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 6 മാസം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള പീസ് കീപ്പർ ഡ്രോണുകളുടെ വിതരണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് SMPPക്കും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. കൃത്യത, സ്വയമേയുള്ള അറ്റാക്കിംഗ് ശേഷി, കുറഞ്ഞ ചെലവ് എന്നിവയാണ് ഇന്നത്തെ ആധുനിക യുദ്ധമുറകളെ നിർണ്ണയിക്കുന്നത്. അതിനാൽ യുദ്ധകളത്തിൽ പീസ് കീപ്പർ പോലുള്ള സംവിധാനങ്ങൾ നിർണായകമായ ഫോഴ്സ് മൾട്ടിപ്ലയറുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംരക്ഷണ സംവിധാനങ്ങൾ, കൃത്യതയാർന്ന ആക്രമണ സാങ്കേതിക വിദ്യകൾ, വെടിക്കോപ്പുകൾ എന്നിവയിലുടനീളം SMPP തങ്ങളുടെ ശേഷി വികസിപ്പിക്കുമ്പോൾ സായുധ സേനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ പ്രതിരോധവും സ്വയം പര്യാപ്തതയും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തദ്ദേശീയമായ പരിഹാരങ്ങൾ നൽകാൻ ഞങ്ങളെപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിരീക്ഷണ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചു വരുന്ന പരമ്പരാഗത ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചു തകർന്ന് സ്വയം നശിക്കാൻ തക്കവണ്ണമാണ് കാമിക്കാസെ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ആത്മഹത്യാ സ്ക്വാഡുകളായ കാമിക്കാസെ പൈലറ്റ്മാരിൽ നിന്നാണ് ഈ പേര് ഡ്രോണുകൾക്ക് ലഭിക്കുന്നത്. ശത്രുവിന്റെ കപ്പലുകളിലേക്കും ക്യാമ്പുകളിലേക്കും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വിമാനങ്ങൾ നേരിട്ട് ഇടിച്ചിറക്കി നാശനഷ്ടം വരുന്നതായിരുന്നു അവരുടെ രീതി. ഇതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ ഡ്രോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ച് ബ്ലേഡ് ഡ്രോണുകളെന്നും ഇവയെ വിളിക്കപ്പെടുന്നു.